എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫിയും ആ കട്ടമറോ വില്ലനും അവർ രണ്ടുപേരും രണ്ട് പവർ ഉപയോഗിച്ച് ഞെട്ടിക്കുകയാണ്. ആ ഒരു ബ്രഹ്മാണ്ഡ ഫൈറ്റിൽ ലൂഫിക്കും ആ വില്ലനും അവർക്ക് രണ്ടുപേർക്കും പരിക്ക് പറ്റും. അതേസമയം ലോങ് ഷോട്ടിൽ ആ ബ്രൂലി വില്ലെത്തി. അവളെ ആണെങ്കിൽ ലൂഫി ഒരു ചാക്കിൽ കെട്ടി ഒരു മൂലക്ക് ഇട്ടിരിക്കുകയാണ്. അവൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് നീങ്ങിയും തെഞ്ഞും നിരങ്ങിയൊക്കെ അടുത്തുണ്ടായിരുന്ന ഒരു കല്ലുകൾക്കിടയിലേക്ക് വരും. അതിനുശേഷം ആ കല്ലുകളുടെ സഹായത്താൽ അവളുടെ കാലിൽ കെട്ടിയ കയറും കയ്യിൽ കെട്ടിയ കയറും ഒക്കെ അവൾ അറുത്തു മുറിച്ച് കളഞ്ഞ് അങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. ഹാവു, ഞാൻ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് പേടിക്കാനൊന്നുമില്ല. എത്രയും വേഗം എനിക്ക് ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് പോകണം. എൻ്റെ ബ്രദർ അവൻ അവിടെയുണ്ട്. അവൻ്റെ കൂടെ നിന്ന് എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഹെൽപ്പില്ലാതെ ലൂഫിക്ക് ഒരിക്കലും മിറർ വേൾഡിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. ഇനി ഒരു കാരണവശാലും ലൂഫിക്ക് എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കാവടി തുള്ളി അവിടുന്ന് ചാടി ഓടിപ്പോവും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ സ്വീറ്റ് ഐലാൻഡ് കാണിക്കും. ടൈം ഇപ്പോൾ 12:28. ഇതുവരെ ലൂഫിയും നമ്മുടെ ആൾക്കാരും ഒന്നും അവിടേക്ക് എത്തിയിട്ടില്ല. ഉടനെ ഒരു തൊപ്പിക്കാരനാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കും, ഇതുവരെ ആ കട്ടമറു അവൻ പുറത്തേക്ക് വന്നിട്ടില്ല. ലൂഫിയായിട്ട് അവൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി ഒരു പക്ഷേ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്ത് അവൻ തോറ്റുപോയിട്ടുണ്ടാവോ? തൊപ്പിക്കാരൻ അത് പറയേണ്ട താമസം ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും അവൻ അച്ചറം പൊച്ചറ ഇടിക്കുകയാണ്. ഉടനെ വേറൊരുത്തൻ ആ തൊപ്പിക്കാരനോട് പറയും, നിനക്ക് സത്യത്തില് കട്ടമറുവിന്റെ പവർ അറിയില്ല. ഒരിക്കലും അവനെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. തീർച്ചയായിട്ടും കട്ടമറു അവൻ എത്രയും വേഗം ലൂഫിയെ തല്ലിക്കൊന്ന് ഇവിടേക്ക് വരും. അതേസമയം നമ്മൾ ലൂഫിയുടെ ടീമിനെ കറക്റ്റായിട്ട് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. ഇൻ കേസ് അവർ 1 മണിക്ക് ഇവിടേക്ക് വരാതെ മറ്റേതെങ്കിലും ഐലാൻഡിലേക്ക് പോയി അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനാണ് പ്ലാനെങ്കിൽ അതും നമ്മൾ തടയണം. സോ ബ്രൂലിയെ അവളെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ അവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ. മിറർ ഡയമെൻഷൻ അതിൻ്റെ സഹായത്താൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് പോകാനും അവരെ അന്വേഷിക്കാനും കണ്ടെത്താനും പറ്റും. അതേസമയം അവനാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, ഓൾറെഡി ലൂഫി അവൻ ബ്രൂലിയെ കെട്ടിയിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. ബ്രൂലി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ നേരത്തെ തന്നെ പുറത്തേക്ക് വരും. അതുമല്ല എങ്കിൽ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് സാക്ഷാൽ ലൂഫി. സോ ആര് വന്നാലും നമ്മളുടെ ശ്രദ്ധ അത് മാറാനായിട്ട് പാടില്ല. അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ചില ലേഡീസ് അവരാണെങ്കിൽ ഇപ്പൊ ബ്രൂലിയെ കളിയാക്കും. ആക്ച്വലി ആ ബ്രൂലിക്ക് വലിയ പവറൊന്നുമില്ല. ഈ മിറർ ഡയമെൻഷനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒളിച്ചു കളിക്കാൻ മാത്രമേ അവളെ കൊണ്ട് പറ്റൂന്ന് പറയും. മറ്റൊരു ഭാഗത്ത് സോൾജിയേഴ്സ് അവർ ലൂഫിയെ തല്ലിക്കൊന്ന് കടലിലേക്ക് വലിച്ചെറിയാനായിട്ട് ആക്രാന്തത്തോടു കൂടെ കാത്തിരിക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടില് നമ്മുടെ സാഞ്ചി അവൻ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഇങ്ങുമായിട്ട് ഒരു ഭാഗത്ത് ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ മറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം സാഞ്ചി ആണെങ്കിൽ ആ നടുവിലുള്ള വലിയ മിററിലേക്ക് നോക്കും. അതുവഴി ലൂഫി പുറത്തേക്ക് വന്ന എത്രയും വേഗം ഇവരുടെ ഇടയിൽ നിന്ന് എനിക്ക് ലൂഫിയെ രക്ഷിക്കണം. അവരുടെ ഇടയിൽ ലൂഫി പെട്ടുപോയാൽ തീർച്ചയായിട്ടും അവർ ലൂഫിയെ തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ടേൺ ചെയ്ത് പുട്ടിങ്ങിനെ നോക്കും. അവൻ ഈ ഐലാൻഡിലേക്ക് വന്നതും പുട്ടിങ്ങിനെ കണ്ടതും ഫെയർവെൽ പാർട്ടി അത് നടന്നതും എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും അവന്റെ മനസ്സിലൂടെ കടന്നു വരും. അതിനെല്ലാം ശേഷം ഏറ്റവും അവസാനമായിട്ട് അവരൊരുമിച്ച് ആ കേക്ക് റെഡിയാക്കിയത്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഓർത്ത് സാഞ്ചിയാണെങ്കിൽ പുട്ടിങ്ങിനോട് പറയും, എനിക്ക് നീ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തന്നു. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എനിക്ക് ചെയ്തു തന്ന എല്ലാ സഹായത്തിനും നന്ദി. ഇത് യാത്ര പറച്ചിലിന്റെ സമയമാണ്. എന്റെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം ഞാൻ ഈ ഐലാൻഡ് വിട്ടു പോവും. സാഞ്ചിയാണെങ്കിൽ അവസാനമായിട്ട് അവൾക്ക് നേരെ കൈ നീട്ടുകയാണ്. അത് കാണേണ്ട താമസം അവളുടെ ഉള്ളിലെ മോൺസ്റ്റർ പുറത്തേക്ക് വന്ന് ചിരിക്കും. അത് കണ്ട് സാഞ്ചി പറയും, സത്യത്തില് നമ്മൾ രണ്ടുപേരും ശത്രുക്കളാണല്ലേ? എന്നെ തകർക്കാനല്ലേ നീയും നിന്റെ അമ്മയും എല്ലാവരും ചേർന്ന് ഇതൊക്കെ ചെയ്തത്? എൻ്റെ ഫാമിലിയെ ഇല്ലാതാക്കാനും എന്നെ തകർക്കാനും നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു. എന്തായാലും കുഴപ്പമില്ല, എനിക്ക് നിന്നോട് യാതൊരു പരാതിയോ വിഷമോ ഒന്നും തന്നെ ഇല്ല. എൻ്റെ ആക്ടിങ്ങും എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറയും. പുട്ടിങ്ങിനാണെങ്കിൽ അതൊക്കെ കേട്ട് വല്ലാത്തൊരു വിഷമം തോന്നും. അവൾ കരയുന്നത് കണ്ട് സാഞ്ചി അവൻ ഷോക്കാവും. അയ്യോ, എന്തു പറ്റി? ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? അതിനവളാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവന്റെ സിഗരറ്റ് തട്ടിക്കളഞ്ഞ് അവനെ ഹഗ് ചെയ്യാണ്. കട്ട് ചെയ്താ ഇവിടെ ആ വില്ലനും അവരാണെങ്കിൽ ഇപ്പോഴും നിർത്താതെ ആ മിറർ ഡയമെൻഷനിൽ ഇരുന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത നിമിഷം ലൂഫി നിന്ന ആ സ്ഥലം അത് തകർന്ന് ലൂഫി താഴേക്ക് അടിച്ചു വീഴും. അവന്റെ വായിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും പുകയൊക്കെ പുറത്തേക്ക് പോവും. പിന്നെ ലൂഫിക്കാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. അതിന് തൊട്ടു പിന്നാലെ നമ്മുടെ കട്ടുകുറി വില്ലൻ അവനും താഴേക്ക് വീഴുകയാണ്. സമയം അതങ്ങനെ പതിയെ പതിയെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ മോർഗനെ കാണിക്കും. അവനാണെങ്കിൽ ഷോക്കായിട്ട് പറയും, 12:45 ലൂഫി അവൻ ആ ഒരു മിറർ ഡയമെൻഷനിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അതിനർത്ഥം ഇത്രയും ടൈമായിട്ടും കട്ടമറുവിന് അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. തീർച്ചയായിട്ടും നാളെ എൻ്റെ ന്യൂസ് പേപ്പറിന് ഒരു ഷോക്കിംഗ് ന്യൂസ് അത് കിട്ടുമെന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. അത് കേട്ട്
മോണ്ടോർ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മിണ്ടി പോരുത്, ഞങ്ങളുടെ ആളുകളെല്ലാവരും അവർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഞങ്ങളാരും അത്രയും പൊട്ടന്മാരോ ഒരു കുറഞ്ഞവരോ അല്ല. ഒരു കാരണവശാലും ലൂഫിയെയും അവന്റെ ടീമിനെയും രക്ഷപ്പെട്ടു പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവൻ അടിച്ചു പറയും. ആ മിറർ വേൾഡിലൂടെ അവൻ പുറത്തേക്ക് വന്ന അടുത്ത സെക്കൻഡ് ലൂഫിയുടെ കഴുത്ത് ഞങ്ങളുടെ ആൾക്കാർ വെട്ടിയെടുക്കും. അതായിരിക്കും നാളെ നിന്റെ ന്യൂസ് പേപ്പറിലെ ഹോട്ട് ന്യൂസ്. സോ ആ ഒരു ന്യൂസ് കേൾക്കാൻ നീ റെഡി ആയിരിക്കാൻ പറയും. അതേസമയം ആ CP0യിലെ ആ ലേഡി, അവൾക്കാണെങ്കിൽ അവർ കുടിക്കാൻ കൊടുത്ത കോഫി അതൊട്ടും ഇഷ്ടാവില്ല. സോ അവൾ ആ കോഫി മാറ്റി വെച്ച് അവർ പറയുന്ന കാര്യം ശ്രദ്ധിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ ബിഗ് മോമിനെ കാണിക്കും. അവളാണെങ്കിൽ ഓൾമോസ്റ്റ് കപ്പോംസിന്റെ കപ്പലിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. മണിക്കൂറുകളായി അവൾ ആ കേക്കിന് വേണ്ടി നിലവിളിച്ച് കരയാണ്. ഇവിടെ കപ്പോംസ് ഷിഫോൺ പറഞ്ഞതനുസരിച്ച് ലിക്കർ ഐലാൻഡിലെ കപ്പൽ നിർത്താതെ കഫി ഐലാൻഡ് ലക്ഷ്യമാക്കി കുതിച്ചു പായാണ്. കപ്പലിലാണെങ്കിൽ ബിഗ് മോമിന്റെ ആ ഒരു ഫയർ അതങ്ങനെ കത്തിപ്പിടിച്ച് കപ്പൽ കത്താനായിട്ട് തുടങ്ങി. പക്ഷെ കപ്പോംസിനാണെങ്കിൽ അപ്പോഴും യാതൊരു കുലുക്കവും ഇല്ല. കപ്പോംസിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, ബോസ് നിങ്ങളിത് കാണുന്നില്ലേ, നമ്മുടെ കപ്പല് അത് തീ പിടിച്ച് കത്തി എരിയാണ്. അപ്പോഴും കപ്പോംസിനാണെങ്കിൽ വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. അവൻ എല്ലാവരോടും പറയും, നമ്മളെല്ലാവരും ജനിച്ചത് വ്യത്യസ്തങ്ങളിലായ സ്ഥലങ്ങളിലാണ്, പക്ഷെ ഇപ്പൊ മരിക്കാൻ പോകുന്നത് ഒരേ സ്ഥലത്താണ്. അത് കേട്ട് അവരെല്ലാവരും വണ്ടടിക്കും. ഷിഫോൺ ആണെങ്കിൽ ബൈനോക്കുലറൊക്കെ വെച്ച് ദൂരേക്ക് നോക്കും. അവള് പറയും, നമ്മൾ ഓൾമോസ്റ്റ് ആ പ്ലഫി ഐലാൻഡിലേക്ക് എത്താനായി കഴിഞ്ഞു. നിങ്ങളാരും ആവശ്യമില്ലാതെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ തീർച്ചയായിട്ടും രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അവള് അവരെ എല്ലാവരെയും സമാധാനിപ്പിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ 1000 സണ്ണി കപ്പൽ കാണിക്കും. ഇപ്പൊ സ്മൂത്തി ആണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യുന്നില്ല, അവരെ ഫോളോ ചെയ്യുക മാത്രമാണ് അവൾ ചെയ്യുന്നത്. ജിംബൈക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ആൾക്കാരുടെ കപ്പല് അത് ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഐലാൻഡിലുള്ളവര് അറ്റാക്ക് ചെയ്യുന്ന അതേ സമയം പുറകിലൂടെ വന്ന് ഇവർക്ക് അവരെ ഫോളോ ചെയ്ത് വരുന്ന അവൾക്കും സിമ്പിളായിട്ട് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ ബ്രൂക്ക് ആണെങ്കിൽ ആ സ്മൂത്തി പെണ്ണിനോട് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കും. അത് കണ്ട് കലി കയറിയ നാമി ബ്രൂക്കിനെ ചാടി വന്ന് ആഞ്ഞടിച്ച് അങ്ങനെ താഴേക്കിടുകയാണ്. അല്പസമയം കഴിഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ലൂഫിയെ കുറിച്ച് ആലോചിക്കുകയാണ്. കാരണം ബ്രൂലിയുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ മിറർ ഡയമെൻഷനിൽ നിന്ന് ലൂഫിക്ക് ആ ഐലാൻഡിലേക്ക് വരാനായിട്ട് കഴിയൂ. അതുമാത്രമല്ല ലൂഫിക്ക് ഒരു കാര്യത്തെക്കുറിച്ചും പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. അതുകൊണ്ട് അവൻ എങ്ങനെ ആ ഐലാൻഡിലേക്ക് വരും, എന്തൊക്കെ ചെയ്യുമെന്ന് യാതൊരു പിടിയുമില്ല. സോ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ അതിനുണ്ടാവണം. നമ്മുടെ ടീംമേറ്റ്സിനെ അവരെ സേഫ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവരിപ്പോ എന്തൊക്കെയോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ലൂഫിയെയും കട്ടകുറയും കാണിക്കും. ലൂഫി ആണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് കട്ടകുറിയുടെ അടുത്തേക്ക് വരികയാണ്. ഓ ഗോഡ്, നിന്റെ കാറ്റും പോയോ? അപ്പൊ ഈ ഒരു ഫൈറ്റില് ഞാനാണോ ജയിച്ചെന്ന് ചോദിച്ച് അവൻ ഒരു സെക്കൻഡ് നാമി പറഞ്ഞ കാര്യം ആലോചിക്കും. നാമിയും ടീമും അവര് കടലിലേക്ക് എത്തുന്നതിനും 10 മണിക്കൂർ മുൻപ് അവൻ കടലിലേക്ക് എത്തുമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തതാണ്. ഇനി 1 മണിയാവാൻ ഏതാനും മിനിറ്റ്സുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ലൂഫി അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ കട്ടകുറി അവൻ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. ലൂഫി ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അത് കണ്ട് കട്ടകുറി അവനോട് ചോദിക്കും, നീ ബിഗ് മോമിനെ തോൽപ്പിക്കാൻ വീണ്ടും ഇവിടേക്ക് വരുമോ? ലൂഫി ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവനോട് തീർത്തു പറയും, ഉറപ്പായാലും ബിഗ് മോമിനെ തോൽപ്പിക്കാൻ ഞാൻ ഇവിടേക്ക് വരും. അതിന് കട്ടകുറി പറയും, തീർച്ചയായിട്ടും നീ ഫ്യൂച്ചറിൽ പൈററ്റ് കിങ് ആവും. അത്രയും പറഞ്ഞ് അവൻ താഴേക്ക് വീഴും. ലൂഫി ആണെങ്കിൽ ഒരു ക്യാപ്പ് എടുത്ത് കട്ടകുറിയുടെ ഫേസ് അങ്ങനെ കവർ ചെയ്യും. കാരണം കട്ടകുറി അവൻ ഒരിക്കലും അവന്റെ ഫേസ് മറ്റുള്ളവർ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. ലൂഫി ആണെങ്കിൽ ബ്രൂലി അന്വേഷിച്ച് ആ മിറർ ഡയമെൻഷനിലൂടെ നടക്കും. അവൻ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് അവൾ കെട്ടൊക്കെ അയച്ചിട്ട് പോയതായി അവൻ കാണും. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നോർത്ത് അവൻ ടെൻഷൻ ആവുമ്പോഴായിരിക്കും സാക്ഷാൽ പെപ്പോംസ് അവനാണെങ്കിൽ ബ്രൂലിയെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് അവിടേക്ക് കടന്നു വരും. പെപ്പോംസ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ തൂക്കിയെടുത്ത് ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് പോവാൻ തയ്യാറാവും. അതേസമയം ജിംബയും നമ്മുടെ ആൾക്കാരും കപ്പലും ഒക്കെ ഓൾമോസ്റ്റ് ആ സ്വീറ്റ് ഐലാൻഡിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അവിടെയാണെങ്കിൽ വില്ലന്മാരെല്ലാവരും ചേർന്ന് നിൽക്കുന്നത് അവർ കാണും. അതേസമയം സാഞ്ചി ആണെങ്കിൽ ഇപ്പൊ നാമിയെ കോണ്ടാക്ട് ചെയ്ത് പറയും, ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പൊ ഈ ഐലാൻഡിലേക്ക് വരാനായിട്ട് പാടില്ല. ലൂഫി അവനെ ഐലാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവനെ സേവ് ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ ക്യാമറ അങ്ങനെ ഫോക്കസ് ചെയ്ത് ആ ഓവൻ വില്ലനെയും അവൻ്റെ അസിസ്റ്റൻസിനെയും കാണിക്കും. സമയം 12:55. സോ അവർ ഗണ്ണൊക്കെ എടുത്ത് ലൂഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.